അടുത്തതായി റെസിപ്റ്റ്സ് ആൻഡ് ഇൻകമാണ് എൻ്റർ ചെയ്യേണ്ടത്. അത് എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് റെസിപ്റ്റ്സ് ആൻഡ് ഇൻകം എന്ന സബ് ഹെഡ് സെലക്ട് ചെയ്യുക. വരുന്ന പേജിൽ പ്ലസ് ന്യൂ ഗ്രൂപ്പ് റെസിപ്റ്റ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. റിസീവ്ഡ് ഫ്രം എന്ന കോളം സെലക്ട് ചെയ്യുമ്പോൾ VO, CLF, ബാങ്ക്, അതേഴ്സ് എന്നിങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ഫണ്ടുകളാണ് നമുക്ക് എൻ്റർ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതായത് നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള ലാഭവിഹിതം നമ്മുടെ ഗ്രൂപ്പിന് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിന് കിട്ടുന്നത് നമുക്കിവിടെ എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ അതായത് പല രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ ഗ്രൂപ്പിന് ലഭ്യമാകുന്ന ഇൻകം, അതായത് ചെറിയ രീതിയിലുള്ള പലിശയോ ലാഭവിഹിതമോ ഉണ്ടെങ്കിൽ നമുക്കിവിടെ എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ VO സെലക്ട് ചെയ്താൽ റെസിപ്റ്റ് ഇതിൽ ഏതാണ്, ഇപ്പോൾ ഡിവിഡൻഡ് റിസീവ്ഡ് ആണോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, അതായത് വോളണ്ടറി കമ്പൽസറി സേവിങ്സിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് വല്ലതും ലഭ്യമാകുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റെസിപ്റ്റ് ഇവിടെ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ എമൗണ്ട് എൻ്റർ ചെയ്യുക. മോഡ് ഓഫ് റെസിപ്റ്റ് ക്യാഷ് തന്നെയാണ് സേവ് ചെയ്യുക. അടുത്തതായിട്ട് CLF ആണ് സെലക്ട് ചെയ്തതെങ്കിൽ റെസിപ്റ്റിൻ്റെ സ്ഥലത്ത് നമുക്ക് ഡിവിഡൻഡ് റിസീവ്ഡ് കൊടുക്കാം. തുടർന്ന് എമൗണ്ട് എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക. അതുപോലെ തന്നെ ബാങ്കാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് അക്കൗണ്ട്, അതായത് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന ഇൻട്രസ്റ്റ് ഇവിടെ നമുക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. എമൗണ്ട് എൻ്റർ ചെയ്യാം, സേവ് ചെയ്യാം. അതുപോലെ അതേഴ്സ് ആണെങ്കിൽ അതർ ഇൻകം, മറ്റ് പല രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇൻകം നമ്മുടെ ഗ്രൂപ്പിന് ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിവിടെ എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ രീതിയിലാണ് റെസിപ്റ്റ്സ് ആൻഡ് ഇൻകം എൻ്റർ ചെയ്യേണ്ടത്. റെഗുലർ ട്രാൻസാക്ഷനിൽ അടുത്തതായിട്ട് ഫണ്ട്, ഗ്രാൻഡ്, അഡ്വാൻസ്ഡ്, റിസീവ്ഡ് ആണ് എൻ്റർ ചെയ്യേണ്ടത്. എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഫണ്ട്, ഗ്രാൻഡ്, അഡ്വാൻസ്, റിസീവ്ഡ് എന്ന ഹെഡ് സെലക്ട് ചെയ്യുക. വരുന്ന പേജിൽ പ്ലസ് ഗ്രൂപ്പ് ഫണ്ട് കൊടുക്കുക. തുടർന്ന് വരുന്ന പേജിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യുക. ഇവിടെ ആദ്യം ഇൻസ്റ്റിറ്റ്യൂഷനാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ CLFും SRLുമാണ് നമുക്കിവിടെ ഗ്രൂപ്പ് ഫണ്ട് റിസീവ്ഡിൽ കൊടുക്കേണ്ടത്. ഇപ്പോൾ CLF സെലക്ട് ചെയ്യുക. CLF ആണ് നമ്മൾ കൊടുക്കുന്നതുണ്ടെങ്കിൽ നമുക്ക് ഗ്രാൻഡ്, ഡൊണേഷൻ, അതർ ഫണ്ട് അല്ലെങ്കിൽ ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് ഫണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിംഗ് ഫണ്ട്, അതർ അഡ്വാൻസസ് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ഏതെങ്കിലും ഫണ്ട് CLF വഴി നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതെല്ലാം ഇവിടെ എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. തുടർന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ SRLM ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ RF, അവാർഡ് മണി, അതർ ഫണ്ട് എന്നിവ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. തുടർന്ന് ആ ഫണ്ട് കിട്ടിയ ഡേറ്റാണ് ഡേറ്റ് ഓഫ് റെസിപ്റ്റിൽ നമ്മൾ കൊടുക്കേണ്ടത്. എമൗണ്ട് റിസീവ്ഡ്, എത്ര രൂപയാണ് നമുക്ക് ലഭിച്ചതെന്ന് എൻ്റർ ചെയ്യുക. തുടർന്ന് സേവ് ചെയ്യുക. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ടുകൾ നമ്മുടെ അയൽക്കൂട്ടത്തിന് പഞ്ചായത്തിൽ നിന്നോ നമ്മുടെ CDS വഴിയോ ലഭ്യമായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മളിവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. ഈ പറഞ്ഞതുപോലെ ഗ്രൂപ്പ് ഫണ്ട് റിസീവ്ഡിൽ എന്ന ഹെഡിൽ എൻ്റർ ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ലോൺ റീപേയ്മെൻ്റ് ആണ് എൻ്റർ ചെയ്യേണ്ടത്. അതായത് ഗ്രൂപ്പ് ലോൺ വല്ലതും എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തിരിച്ചടവാണ് നമ്മളിവിടെ എൻ്റർ ചെയ്യേണ്ടത്. അതിനായിട്ട് ലോൺ റീപേയ്മെൻറ്റ് എന്ന സബ് ഹെഡ് സെലക്ട് ചെയ്യുക. ഇവിടെ ഒരു പേജ് കാണാനായിട്ട് സാധിക്കും. അവിടെ ആ ഗ്രൂപ്പ് എടുത്തിട്ടുള്ള ബാങ്ക് ലോണിൻ്റെ ഡീറ്റെയിൽസാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ബാങ്ക് എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഡീറ്റെയിൽ എല്ലാം കാണാനായിട്ട് സാധിക്കും. അവിടെ 3 ഡോട്ടിൽ പ്രസ് ചെയ്യുക. തുടർന്ന് മേക്ക് പേയ്മെൻറ്റ്, നമുക്ക് തിരിച്ചടവാണ് ഇവിടെ എൻ്റർ ചെയ്യാനുള്ളത്. അവിടെ മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുക. അവർ തിരിച്ചടച്ചിട്ടുള്ള എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്യുക. തുടർന്ന് മോഡ് ഓഫ് റെസിപ്റ്റ് ക്യാഷ് കൊടുത്ത് സേവ് ചെയ്യുക. ഇവിടെ ഒരു എമൗണ്ട്, എത്ര എമൗണ്ടാണോ അവർ തിരിച്ചടച്ചെന്നുള്ള എമൗണ്ടും കൊടുത്ത് മോഡ് ഓഫ് റെസിപ്റ്റ് ക്യാഷും കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് സേവ് ചെയ്യുക. ഇങ്ങനെയാണ് ഗ്രൂപ്പ് ലോണിൻ്റെ റീപേയ്മെൻറ്റ് എൻ്റർ ചെയ്യുന്നത്.